എൻ്റെ സ്നേഹം കാട്ടുതേൻ പോലെയാണ്. അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ജീവിതത്തിലും എഴുത്തിലും സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി വാരി വിതറി വർണ്ണിച്ച് സ്നേഹിക്കാൻ മാത്രം എല്ലാവരോടും ആഹ്വാനം ചെയ്ത പ്രേമത്തിൻ്റെ ഒരു എഴുത്തുകാരി നമുക്കുണ്ടായിരുന്നു, മാധവിക്കുട്ടി. മലയാളത്തിൻ്റെ സ്വന്തം അഹങ്കാരമാണ് മാധവിക്കുട്ടി. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥ, അതായത് ഒരു വിവാഹത്തിൻ്റെ അന്ത്യം എന്നുള്ളൊരു ചെറുകഥയാണ്. അതിലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു യുവതി വിവാഹം കഴിക്കാൻ ഒന്നും കഴിയാതെ പോയ ഒരു യുവതി, അത് ഒരു അല്പം പ്രായം കൂടിയ ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിതയാക്കപ്പെടുന്നു. ആ വിവാഹത്തിന് അവർ സമ്മതിക്കുന്നത് തന്നെ സ്വന്തം കുടുംബത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിവാഹിതയായ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളും ആ മാറ്റങ്ങൾ മൂലം അവർക്കുണ്ടായ ചില മാറ്റങ്ങളും ആ കഥയുടെ അവസ്ഥ വിവരിക്കുന്ന ഒരു കഥയാണ്. കേട്ടു നോക്കണം കേട്ടോ. രാമകൃഷ്ണൻ നായർക്ക് സ്വന്തം മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മേൽ നിയന്ത്രണം ഇല്ലാതായപ്പോൾ മാത്രമേ അയാൾ വിവാഹിതനാകാൻ തയ്യാറായുള്ളൂ. 54 വയസ്സുവരെ ഭാര്യയുടെ ആവശ്യം അയാൾ അറിഞ്ഞിരുന്നില്ല. കോമളന്മാരായ ശിഷ്യരോടായിരുന്നു രാമകൃഷ്ണൻ മാസ്റ്റർക്ക് അഭിനിവേശം. സ്ത്രീ എന്ന് മനസ്സിൽ ഉരുവിടുമ്പോൾ ഉടനെ ഓർമ്മയിൽ വന്നിരുന്നത് ആർത്തവ രക്തവും പ്രസവശേഷം വേതുവെള്ളം ചൂടാക്കി കുളിക്കുന്ന ഓലപ്പുരയും കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള മലവിസർജനവുമാണ്. ശാകുന്തളവും രമണനും ഒന്നും മാസ്റ്റർ രോമാഞ്ചം അണിയിച്ചിരുന്നില്ല. റെഡ് ക്രോസിൽ നിന്ന് ഒരു നേഴ്സിനെ വാടകയ്ക്കെടുക്കാമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ ഒരു പുരുഷൻ മാത്രം ജീവിക്കുന്നിടത്തേക്ക് റെഡ് ക്രോസുകാർ തങ്ങളുടെ ആതുര സേവകളെ അയക്കുവാൻ വിസമ്മതിച്ചു. സമൂഹം മാന്യത കൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ കൂടി മാസ്റ്റർ തീരെ വൃദ്ധനായി കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങളായി അടക്കി വെച്ച കാമവികാരം ഒരു സ്ത്രീയുടെ നിരന്തര സാമീപ്യത്തിൽ ജ്വലിക്കില്ല എന്ന് ആർക്ക് തീർത്തു പറയാൻ കഴിയും? മാസ്റ്റർ കുറുപുറത്തു. എന്നെക്കൊണ്ട് ഒരു പെൺകുട്ടിക്കും കുഴപ്പമുണ്ടാവില്ല, തീർച്ച. നല്ലപ്പം കാലത്ത് ഞാൻ ഒരു പെണ്ണിനെ കടന്നു പിടിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ ആവതില്ലാത്ത കാലത്താണോ ഞാൻ പെണ്ണുങ്ങളെ കേടുവരുത്താൻ പോണത്? ഒടുവിൽ നാട്ടുകാരാണ് രാമകൃഷ്ണൻ നായർ എത്രയും വേഗം വിവാഹിതനാവണമെന്ന് നിർബന്ധിച്ചത്. കുബ്ജയുടെ ശരീരപ്രകൃതിയുള്ളവളെങ്കിലും സദ്വൃദ്ധയായ ഒരു കന്യക ആ പ്രദേശത്ത് അവളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും കൂടെ മുറുമുറുപ്പ് കൂടാതെ ജീവിച്ചിരുന്നു. 38 വയസ്സായ ഹേമലത ജ്യേഷ്ഠത്തെ അമ്മയുടെ കുത്തുവാക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തിട്ടാവാൻ ധൃതിയിൽ സമ്മതം മൂളി. മാസ്റ്റർക്ക് ഓർമ്മക്കുറവും നാടിയുടെ തളർച്ചയും ബലക്ഷയവും സംസാരത്തിൽ അല്പം വൈകല്യവും ഉണ്ടെന്ന് അവൾ കേട്ടിരുന്നു. പക്ഷേ ബാങ്കിൽ നല്ലൊരു നിക്ഷേപമുണ്ടെന്ന് അയൽക്കാർ പറഞ്ഞു കൊടുത്തു. തൻ്റെ തറവാടും പറമ്പും നിലവും മാസ്റ്റർ ഒരു മുസ്ലിമിന് വിറ്റ് ഭീമമായ ഒരു തുക കരസ്ഥമാക്കിയെന്നാണ് ഹേമലത കേട്ടിരുന്നത്. തഞ്ചത്തിൽ നിന്നാൽ തനിക്കൊരു മാങ്ങാമാല വാങ്ങി തരുമായിരിക്കും. അഥവാ മാസ്റ്റർ മരിച്ചു പോയാൽ തന്നെ തനിക്ക് സ്വത്ത് മുഴുവൻ ലഭിക്കുകയും ചെയ്യും. വിവാഹം ലളിതമായിരുന്നു. 100ഓളം പേർ ഹേമലതയും മാസ്റ്ററും പൂമാലകൾ കൈമാറുന്നത് കാണുവാൻ മുറ്റത്ത് വന്നെത്തി. മാസ്റ്ററുടെ കാലുകൾ ഇടർന്നത് കൊണ്ട് അദ്ദേഹത്തെ മുറുകെ പിടിക്കുവാൻ എലിമെൻ്ററി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. ദുർമുഖം കാണിക്കരുത് മാഷേ, ഒരു മംഗളകാരല്ലേ ഇവിടെ നടത്താൻ പോണത്? ഹെഡ് മാസ്റ്റർ വരനോട് ചോദിച്ചു. വരൻ മന്ദഹസിക്കുവാൻ ശ്രമിച്ചു. ചുണ്ടിൻ്റെ ഇടതുവശത്തെ സ്വല്പം കോടിയിരുന്നത് കൊണ്ട് ആ മന്ദഹാസത്തെ മാസ്റ്റർ കൈപ്പത്തി കൊണ്ട് മറച്ചു. വരൻ യോഗ്യൻ തന്നെ എന്ന് കാണികൾ അഭിപ്രായപ്പെട്ടു. പച്ചക്കരയുള്ള ഖദർമുണ്ടും കാവി നിറമുള്ള ജുബയുമായിരുന്നു മാസ്റ്ററുടെ കല്യാണവേഷം. മൂത്രമൊലിപ്പിക്കാതെ വിവാഹകർമ്മം ധൃതിയിൽ നടത്തി പെണ്ണിനെയും കൊണ്ട് സ്വഗൃഹത്തിൽ മടങ്ങിയെത്തണം എന്ന് മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. യമലതേ, നീ ഈ വീടും മുറ്റവും കുളവും മരങ്ങളും എല്ലാം നിൻ്റെയാണ്. ഈ കിടക്കണ ഞാനും നിൻ്റെയാണ്, അത് ഓർമ്മിച്ചോ? മാസ്റ്റർ ഒരു ശൃംഗാര ചിരിയോടെ വിവാഹ പിറ്റേന്നാൾ പ്രസ്താവിച്ചു. സങ്കോചങ്ങൾ വെടിയണമല്ലോ. തൻ്റെയും അവളുടെയും നടുവിൽ യാതൊരു മതിലുകളും പാടില്ലെന്ന് മാസ്റ്റർ സ്വയം പറഞ്ഞു. അവളിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട യാതൊരു രഹസ്യവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ തൻ്റെ വീട്ടിലും ഒരിക്കലും വീഴുവാൻ ഇട കൊടുക്കരുത്. നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അത് തീർച്ചയാ, മാസ്റ്റർ പറഞ്ഞു. ഹേമലത സംതൃപ്തിയോടെ അടുക്കളയിലേക്ക് ചെന്നു. മാസ്റ്റർക്ക് പൊടിയരിക്കഞ്ഞിയും തേങ്ങാ സംബന്ധിയും ചുട്ട പപ്പടവും അവൾ ഒരുക്കി. ഞാൻ കോരി തരണോ? ഹേമലത ചോദിച്ചു. മാസ്റ്റർ വികലമായ ഒരു പുഞ്ചിരി ഭാര്യയ്ക്ക് സമ്മാനിച്ചു. അദ്ദേഹത്തിന് ജീവിതം തന്നെ ഒരു കുത്തിയ പ്ലാവില കൊണ്ട് അവൾ കോരിക്കൊടുത്തു തുടങ്ങിയോ?
നിന്റെ കാലപ്പടി മുരിഞ്ഞിരിക്കുന്നു, കുറച്ച് പിണ്ണതൈലം വാങ്ങി പുരട്ട്. മാസ്റ്റർ തൻ്റെ ഭാര്യയുടെ കണങ്കാലികൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. കാശ് എൻ്റെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാവും. പേഴ്സ് തലയണയുടെ അടിയിലാണ് വെക്കാറ്, അദ്ദേഹം തുടർന്നു. അങ്ങനെ മറ്റൊരാളുടെ ഇംഗിതത്തിന് വഴങ്ങി ഹേമലത തൻ്റെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തി. മുടിയിൽ നീലഭൃങ്ങാതി വെളിച്ചെണ്ണ പുരട്ടി, ശരീരത്തിൽ മുക്കൂട്ട് തൈലം തേച്ച് തിരുമ്മി, കടലപ്പൊടിയും മഞ്ഞളും ചേർത്ത് മെഴുക്കിളക്കി, കാലടികൾ കല്ലിലുരച്ച് മിനുസപ്പെടുത്തി 6 മാസം ഹേമലത ഒരു സുന്ദരിയായി മാറി. പഠിക്കൽ കൂടി പോകുന്ന പുരുഷന്മാരുടെ കണ്ണുകൾ അവളെ തഴുകി. പണ്ടത്തെ കൂനിപ്പെണ്ണാണോ ഈ വിലാസിനി? പെണ്ണും മണ്ണും കഴിവുള്ളവരുടെ കയ്യിൽ പെടണം നന്നാവാൻ എന്ന് ആ ഗ്രാമത്തിലൊരു ചൊല്ലി കേട്ടിരുന്നു. ഒരു തോർത്തുകൊണ്ടെങ്കിലും മാർവിടം മറയ്ക്കാതെ കിണറ്റിൻകരയിൽ കൂടി പോവരുതെന്നാണ് ഭർത്താവായ രോഗി കൽപ്പിച്ചത്. തടിച്ച മുലകളുടെ കുലുക്കം മറ്റാരും കാണരുതല്ലോ. കസവ് ചുട്ടിയുള്ള സെറ്റുമുണ്ടുകൾ ഭർത്താവ് വാങ്ങിക്കൊടുത്തു. പാലക്കാട്ട് നിന്ന് ചെട്ടിയുടെ പാണ്ഡത്തിൽ പല വർണ്ണക്കരകളുള്ള സെറ്റുമുണ്ടുകൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ തന്നെയാണ് മുണ്ടുകൾ തിരഞ്ഞെടുത്തത്. എന്തിനാ ഇത്രയും അനവധി മുണ്ട്? ഞാൻ എങ്ങും പോവാറില്ലല്ലോ, അവൾ ചോദിച്ചു. എൻ്റെ ദീനം മാറി നമുക്ക് പോവാലോ. ഗുരുവായൂർ ഏകാശിക്ക് പോവാം, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കാണാം, മാസ്റ്റർ പറഞ്ഞു. മാസ്റ്റർ രോഗവിമുക്തനായി തന്നോടൊപ്പം പുറത്തേക്ക് പോകുന്ന രംഗം ഹേമലത സങ്കല്പിച്ചു. അവൾ ആ സങ്കല്പത്തിൽ പുളകിത ഗാത്രയായി. അന്ന് മൂത്രം നനച്ച മെത്തപ്പായയും വിരിപ്പും സോപ്പ് പുതയിൽ കഴുകി അയയിൽ ഉണക്കാനിടുമ്പോൾ അവൾ കൈതപ്പുറത്തിൻ്റെ 2 വരികൾ ഉറക്കപ്പാടി. എന്തിനാണെന്നോട് പരിഭവം. ഹേമലതയ്ക്ക് സിനിമാ ഭ്രമം ഉണ്ടോ? മാസ്റ്റർ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ഒരിക്കൽ പരിപ്പ് പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസിലുണ്ടായിരുന്ന മമ്മൂട്ടിയുടെ പടം അവൾ ഏകാഗ്രതയോടെ നോക്കിക്കാണുന്നത് മാസ്റ്റർ കണ്ടുപിടിച്ചു. മമ്മൂട്ടിയാണോ എൻ്റെ ഹീറോ? അയാൾ ചോദിച്ചു. എന്നിട്ടെന്തോ തുടർന്ന് പറയുവാനുള്ള മട്ടിൽ തൊണ്ടയനക്കി. ഒരു ശബ്ദവും പുറത്തു വന്നില്ല. മമ്മൂട്ടി എൻ്റെ ഹീറോ അല്ല, അവൾ പൊറുപൊറുത്തു. മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആവണം, അതും അല്ലെങ്കിൽ സുരേഷ് ഗോപി. നർമ്മരസം കലർത്തിയ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് മാസ്റ്റർ തീരുമാനിച്ചു. വേദന കുറയ്ക്കുവാൻ വേണ്ടി ഒരു ഫലിതം. സാഹിത്യ നിരൂപകനെ പോലെ 38 വർഷക്കാലം മനസ്സിൽ വെച്ച് ഒരുത്തിനെയും താലോലിച്ചില്ല എന്ന് അവൾക്ക് പറയുവാൻ കഴിയുമോ? മാസ്റ്ററുടെ നാക്ക് പെട്ടെന്ന് വരണ്ടു. തൊണ്ട ദാഹം കൊണ്ട് വരണ്ടു. വെള്ളം എന്ന വാക്ക് ഏറെക്കുറെ അവ്യക്തമായി ഹേമലത കേട്ടു. അവൾ ഉടനെ തന്നെ ചൂടുള്ള ജീരകവെള്ളം ഭർത്താവിൻ്റെ വായിൽ മെല്ലെ ഒഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുശങ്കകൾ വളരുന്നതായി ഹേമലത മനസ്സിലാക്കി. കാണാൻ കൊള്ളാവുന്ന യുവാക്കളുമായി ഒരു രഹസ്യബന്ധം സ്ഥാപിക്കാൻ ആശിച്ചു. ശരി തന്നെ, പക്ഷേ അവരിൽ ആരും തന്നെ തിരിഞ്ഞു നോക്കിയതുപോലും ഇല്ല. ചാരിത്രവതിയായി ജീവിക്കാൻ നിഷ്പ്രയാസം ഹേമലതയ്ക്ക് കഴിഞ്ഞു. വിറക് കീറുവാൻ വരുന്ന പൊട്ടൻ ഒരു ദിവസം തൻ്റെ പൃഷ്ഠഭാഗത്ത് തൊട്ടു. പൊട്ടാ, നിന്റെ അതേ പ്രസംഗം ഇന്നോട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇളിഭ്യനായി സ്ഥലം വിട്ടു. പിന്നീട് ആരും തന്നെ ആകർഷണീയയായി കരുതിയിട്ടുമില്ല. താലപ്പൊലിക്ക് എല്ലാ കൊല്ലവും ഭഗവതി ക്ഷേത്രത്തിൽ ചെല്ലാറുണ്ട്. ഇനി ഹേമലത താലെടുക്കണ്ട എന്ന് തമ്പുരാട്ടി ഒരിക്കൽ പറഞ്ഞു. പെൺകിടാങ്ങൾ മതി താലെടുക്കാൻ. തമ്പുരാട്ടിയുടെ വാക്കുകൾ തൻ്റെ ഹൃദയം പിളർക്കുന്ന കൂരമ്പാകുകളാണെന്ന് ഹേമലത മനസ്സിലാക്കി. തൻ്റെ മുടിയിൽ അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെട്ട നര കണ്ടാണോ തമ്പുരാട്ടി അങ്ങനെ ആജ്ഞാപിച്ചത്? താൻ ഒരുപാട് വേദന അനുഭവിച്ചാളാണ് എന്ന് ഹേമലത സ്വയം ഓർമ്മിപ്പിച്ചു. പക്ഷേ ആ കണ്ടകശനിയുടെ ദശ അവസാനിച്ചു. മൂത്രഗന്ധമുള്ള ഈ കിടപ്പുമുറിയിൽ താൻ രാജ്ഞിയാണല്ലോ. ദിവസാനം എന്ത് കറികളാണ് പാചകം ചെയ്യേണ്ടതെന്ന് താനാണ് തീരുമാനിക്കുന്നത്. തലയണയ്ക്ക് കീഴിൽ വെച്ച മടിശീലിന് ഇഷ്ടം പോലെ പണം എടുക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. താലപ്പൊലി കാണുവാൻ ഇനിയത്തെ മകത്തിൽ ഞാൻ മഞ്ഞ പട്ടുസാരി ഉടുത്ത് പോവും. ഭർത്താവും താനും കൂടി ടാക്സിയിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് പോവും. തമ്പുരാട്ടിയും അയൽക്കാരും ബന്ധുക്കളും തൻ്റെ പുതിയ ആകാരം കണ്ട് അന്താളിക്കട്ടെ. നീ എന്താ എപ്പോഴും ദിവാസ്വപ്നം കാണുന്നു? എൻ്റെ മനസ്സിൽ ഇവിടൊന്നും അല്ലേ? മാസ്റ്റർ ഒരിക്കൽ പരാതിപ്പെട്ടു. എൻ്റെ മനസ്സ് എവിടെ പോവാനാ ഇങ്ങളെ വിട്ടിട്ട്? ഹേമലത ചിരിയോടെ പ്രതിവചിച്ചു. വെറുതെ കിട്ടുന്ന സമയത്തേക്കാൾ അവൾ തന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് രാമകൃഷ്ണൻ മാസ്റ്റർ ശഠിച്ചു. ഹിന്ദി അല്ലേന്ന് രാഷ്ട്രഭാഷ, അത് പഠിച്ചാൽ മതി. ഇംഗ്ലീഷും പരന്ത്രീസും പഠിച്ചിട്ട് എനിക്ക് എന്താ ഇപ്പോൾ ഒരു പ്രയോജനം? ഹേമലത ചോദിച്ചു. അവൾ മലയാളം മീഡിയം സ്കൂളിൽ 4ാം തരം
മാത്രമേ പഠിച്ചിട്ടുള്ളൂ. തോറ്റപ്പോൾ പഠിപ്പ് നിർത്തി. അടുക്കളയിൽ രണ്ടാനമ്മയെ സഹായിക്കുവാൻ തുടങ്ങി. ഉലുവയിട്ട ദോശമാവ് പരത്താനും ശർക്കര ചേർത്ത പുളിയിഞ്ചി ഉണ്ടാക്കാനും നാക്കിൽ മുറിക്കാനും മറ്റും പഠിച്ചു. ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ നിനക്ക് ഹിന്ദുപത്രം വായിക്കാം, മാസ്റ്റർ പറഞ്ഞു. ഇങ്ങൾ ഹിന്ദുപത്രം വായിക്കണ്ട, ഇങ്ങൾ മാതൃഭൂമി അല്ലേ എന്നും വായിക്കണ്. പിന്നെ ഇന്നെക്കൊണ്ട് ഹിന്ദുപത്രം വായിക്കുന്ന ശാഠ്യം പിടിക്കണ എന്തിനാ? ഹേമലത ചോദിച്ചു. മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. അവളുടെ സംഭാഷണ ശൈലി അയാൾക്ക് സുപരിചിതവും പ്രിയങ്കരവുമായിരുന്നു. ബാല്യകാലം മുതൽക്ക് കേട്ടുപരിചയിച്ച മലബാർ ശൈലി. താൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ജോലി നോക്കിയിരുന്ന കാലത്ത് ആ പ്രദേശങ്ങൾ വളർന്ന ഒരുത്തി വിവാഹം ചെയ്തില്ല. മിത്രങ്ങൾ പല കല്യാണാലോചനകളും കൊണ്ടുവന്നു. കരമിൽ 10 സെൻറ്റും ഓടിട്ട വീടും ബാങ്കിൽ നിക്ഷേപിക്കുവാൻ 1 ലക്ഷം രൂപയും തരാമെന്ന് ഒരു സ്കൂൾ ടീച്ചറുടെ പിതാവ് പറയുകയുണ്ടായി. ടീച്ചർ നിരത്തിലൂടെ കുടയും പേറി നടന്നു പോകുന്നത് കാണുകയും ചെയ്തു. ടീച്ചർ സാഹിത്യ ഭാഷയിലാണ് മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്തുന്നതെന്ന് ഒളിഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ അവസരം കിട്ടി. ആ സംഭാഷണം അസഹ്യമായി തോന്നി. തെക്കൻ പെണ്ണ് വേണ്ട വേണ്ട എന്ന് രാമകൃഷ്ണൻ നായർ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. കരമനയിലെ വീടിന് വേണ്ടിയോ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയോ താൻ ആജീവനാന്തം സാഹിത്യഭാഷ സഹിക്കണമെന്നുണ്ടോ? ഹേമലതയുടെ നീട്ടിവലിച്ചുള്ള ന്യായം പറയൽ മാസ്റ്റർക്ക് കുളിർമ പകർന്നു കൊടുത്തു. ഭാര്യ ബുദ്ധിജീവിയാവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. തങ്ങളുടെ കൊച്ചു വീട്ടിൽ ഒരു ബുദ്ധിജീവി മതി. സ്ത്രീകൾക്ക് ബുദ്ധി കൂടിയാൽ അവർ വിരൂപിണികളാവുമെന്ന് മാസ്റ്റർക്കറിയാമായിരുന്നു. കൊടിയും പറപ്പിച്ച് നിരത്തിലൂടെ ജാറ് നയിക്കുന്ന പെണ്ണതാക്കളെ അയാൾ അപജ്ഞയോടെ ഓർത്തു. മുഖശ്രീയില്ലാത്ത വർഗം, മാസ്റ്റർ പ്രസ്താവിച്ചു. ആരെപ്പറ്റി ഇങ്ങൾ പറയണ്? ഭയചകിതിയായ ഹേമലത ചോദിച്ചു. ഇൻ്റെ കാര്യമാണോ ഇങ്ങൾ പറയണ്? മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. അതീവ വാത്സല്യത്തോടെ അയാൾ ഭാര്യയെ ആശ്ലേഷിച്ചു. നിനക്ക് മുഖശ്രീ ഇല്ലയെന്ന് ആർക്കാ പറയാൻ കഴിയുക? അയാൾ ചോദിച്ചു. ഇന്നേക്കാളും മുഖശ്രീയുള്ള എത്ര പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ, നിങ്ങൾ പോവാത്ത സ്ഥലമില്ലേ ഈ ലോകത്തിൽ? ഇത്ര സുന്ദരിയോളെ നിങ്ങൾ കണ്ടിരിക്കും? ഹേമലത മന്ത്രിച്ചു. ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഏമാത്തിയെപ്പോലൊരു പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടില്ല. അയാൾ മുഗ്ധകണ്ഠനായി പിറുപിറുത്തു. അന്നത്തെ പ്രേമപാരവശ്യം അധിക നേരം നിലനിന്നില്ല. കുമാരൻ മേസ്തിരി അതിഥിയായി വന്നപ്പോൾ ഹേമലത ചായ തയ്യാറാക്കാൻ അടുക്കളയിൽ കയറി. കുമാരൻ മേസ്തിരിയുടെ സന്ദർശനങ്ങൾ അവളെ അസ്വസ്ഥയാക്കി. ഒന്നാമത്, അയാൾ വലിച്ച സിഗരറ്റിൻ്റെ രൂക്ഷഗന്ധം അവൾക്ക് മനം പേരട്ടലുണ്ടാക്കി. രണ്ടാമത്, അയാളുടെ നോട്ടത്തിലെ പരിഹാസം, വാക്കിലെ പരിഹാസം. അയാൾ തന്നെപ്പറ്റി പുച്ഛത്തോടെ മാസ്റ്ററോടെ സംസാരിക്കുന്നുവെന്ന് അവൾ അനുമാനിച്ചു. താൻ ചായയും പേര് റൂമിൽ കയറുമ്പോൾ പെട്ടെന്ന് സംഭാഷണം നിലച്ചു. അപരാധബോധത്തോടെ മാസ്റ്റർ തലകുനിച്ചു. തന്നെപ്പറ്റി മോശമായി സംസാരിക്കുന്ന ഈ മേസിരിയെ എന്തിനാണ് സൽക്കരിക്കുന്നത്? കടന്നു പോടാ എന്ന് പറയായിരുന്നില്ലേ? ഉശിരില്ലാത്ത മനുഷ്യനാ, അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആണുങ്ങളായ കുറച്ച് ഉശിരി വേണം. ഇന്ത്യ ആൾക്ക് അതാ ഇല്ലാത്തത്. മുറി വിട്ടപ്പോൾ അകത്തു നിന്ന് മേസിരി സ്നേഹിതനോട് ചോദിക്കുന്നത് ഹേമലത കേട്ടു. എന്താ എന്ന് മുഖം തെളിയാത്തത്? കശപിശ ഉണ്ടായോ? ഭർത്താവിന് മറുപടി കേൾക്കുവാൻ മെനക്കെടാതെ ഹേമലത കുളിക്കുവാനായി കുളത്തിലേക്ക് നടന്നു. മലബാർ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ട അന്തിക്കുളി ഒഴിവാക്കാനാവാത്ത ഒരു പരിപാടിയായിരുന്നു ഹേമലതയ്ക്ക്. വൈകുന്നേരം മേൽകഴുകൽ കൂടി മടി കാണിക്കുന്ന ഭാര്യമാരെ വിട്ട് പുരുഷന്മാർ പരസ്ത്രീകളെ സമീപിക്കാറുണ്ടെന്ന് അവൾ കേട്ടിരുന്നു. എണ്ണയും താളിയും ഇഞ്ചയും വാകയും ഉപയോഗിച്ച് മുടിയുടെയും ശരീരത്തിൻ്റെയും സുഗന്ധം വർദ്ധിപ്പിച്ച് ഹേമലത കുളത്തിൽ നിന്ന് കയറുമ്പോൾ വ്യാഴ നക്ഷത്രം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെളിഞ്ഞിരിക്കും. തെക്കു ഭാഗത്ത് വേലിക്കപ്പുറം താമസിക്കുന്ന ഇളയതിൻ്റെ മക്കൾ സ്കൂൾ പാഠങ്ങൾ ഉച്ചത്തിൽ ഉരുവിടുന്ന സമയം. ഇളയതിൻ്റെ അമ്മ പരുക്കൻ സ്വരത്തിൽ നമശിവായ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ ദൈവം മാസ്റ്ററുടെ ഉമ്മറത്ത് തെളിയും. അത് കണ്ടതിന് ശേഷമാണ് നാട്ടുകാർ തങ്ങളുടെ സായാഹ്ന പരിപാടികളിൽ ഏർപ്പെടുക. പുറമ്പോക്ക് പ്രദേശങ്ങൾ മലവിസർജനം നടത്തുക. ചന്തയിൽ നിന്ന് മണ്ണെണ്ണയും അരി ഉപ്പും മുളകും വാങ്ങി മടങ്ങുക. കത്തിക്കാത്ത ചൂട്ടുമെടുത്ത് കള്ളുഷാപ്പിലേക്ക് നീങ്ങുക. നമുക്കും വേണം ഒരു TV, ഒരു ദിവസം ഹേമലത പ്രസ്താവിച്ചു. കൊളക്കരയിൽ വരുമ്പോൾ സുശീലാമ്മ പറഞ്ഞു തരേണ്ട് സ്ത്രീയുടെ കഥ. എന്താ രസം! ശ്രീജന്മം പുണ്യജന്മം. നിങ്ങൾ കേട്ടിട്ടില്ലേ? സുശീലാമ്മയുടെ മോൾ ആ രാധ ഇന്നോട് TV കാണാൻ ചെല്ലാൻ പറഞ്ഞു. പരിപാടി 7 മണിക്കാത്രേ. ഞാൻ അരമണിക്കൂറിന് പോവട്ടെ. അന്യരുടെ വീട്ടിൽ കയറി ചെന്ന് സിനിമ കാണുന്നത് ശരിയല്ല. അവിടുത്തെ ആണുങ്ങൾ നിന്നെപ്പറ്റി എന്താ വിചാരിക്കുക? അത് വേണ്ട. നിനക്ക് സ്ത്രീ കാണണമെങ്കിൽ ഞാൻ നാളെ തന്നെ ഒരു TV സെറ്റ് വാങ്ങിത്തരാം. കുടുംബത്തിരുന്ന് സിനിമയിൽ കാണാലോ, മാസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഹേമലതയ്ക്ക് TV-യിൽ അഭിനിവേശം ആരംഭിച്ചു. സ്ത്രീയിലെ ഉപനായകനായ ചന്ദ്രേട്ടനോടായിരുന്നു തനിക്ക് മാനസികമായ ഐക്യം എന്ന് ഹേമലത മനസ്സിലാക്കി.
ഹരി എന്ന കഥാനായകന് പൗരുഷം പോരാ. പെണ്ണുങ്ങളോട് അടങ്ങിയിരിക്കാൻ കൽപ്പിക്കാൻ ഹരിക്ക് ധൈര്യമില്ല. സ്ത്രീകളിൽ വെച്ച് ഉശിരത്തി റിക്ഷ ഓടിച്ചിരുന്ന ബേബി തന്നെ. തൻ്റെ അഭിപ്രായങ്ങൾ ഭർത്താവിനോട് തുറന്നു പറയാൻ ഹേമലതയ്ക്ക് ധൈര്യം കിട്ടി. അയാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചിരുന്നു. സുന്ദരനായ ഹരിയെയല്ല അവൾ ആരാധിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ മാസ്റ്റർക്ക് അതിയായി സംതൃപ്തി അനുഭവപ്പെട്ടു. കേവലം ബാഹ്യ സൗന്ദര്യത്തിൽ തൻ്റെ ഭാര്യ ആകൃഷ്ടയാവുന്നില്ലല്ലോ. ചന്ദ്രേട്ടനെയോ ഗുണേട്ടനെയോ അവൾ ആരാധിക്കുന്നതിൽ മാസ്റ്റർക്ക് യാതൊരു പിശകും കാണുവാൻ കഴിഞ്ഞില്ല. സൗന്ദര്യമുള്ള നടന്മാരെ അവൾ സ്നേഹിച്ചു പോകരുത്. അവരുമായി രോഗിയായി തന്നെ താരതമ്യപ്പെടുത്തുമെന്ന് മാസ്റ്റർ ഭയന്നു. ചിന്താവിഷ്ടയായ തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് മാസ്റ്റർ പലപ്പോഴും അസ്വസ്ഥനായി. അവൾ മറ്റു പുരുഷന്മാരെ സ്വപ്നം കാണുന്നുവോ? മറ്റൊരാളുടെ ആശ്ലേഷ്യങ്ങൾ അവൾ രഹസ്യമായി കാംക്ഷിക്കുന്നുവോ? തനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അവൾ ഗുരുവായൂരപ്പൻ്റെ പടത്തിന് മുമ്പിൽ രാവിലെ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുന്നുവോ? നിനക്ക് ഞാൻ കുട്ടി, എനിക്ക് കുട്ടി നീയും, ഒരിക്കൽ അയാൾ പറഞ്ഞു. ആ വലുത് അവൾക്ക് രസിച്ചില്ല. 55 വയസ്സ് കഴിഞ്ഞ ഒരു തന്തപ്പടി നിൻ്റെ കുട്ടിയാണ് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? അവൾ നീരസത്തോടെ ചോദിച്ചു. ഈ പ്രായത്തിൽ പ്രസവിക്കാൻ നിനക്ക് സാധിക്കുമോ? ഓപ്പറേഷന് വേണ്ടി വരും. നേരെ ചൊവ്വം പ്രസവിക്കാൻ കഴിയില്ല. എല്ലു മൂത്തു. മാസ്റ്റർ ഭീഷണി ഉയർത്തി. ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഇക്ക് മുല കൊടുത്ത് വളർത്താൻ ഒരു ഉണ്ണി വേണം. ബാലിശമായ ഒരു വാശിയോടെ ഹേമലത ഉറപ്പിച്ചു പറഞ്ഞു. പ്രസവിക്കാൻ യോഗം വേണ്ടേ? യോഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് വയറ്റിലുണ്ടാവേർന്നു, മാസ്റ്റർ പറഞ്ഞു. യോഗയൊക്കെ ഉണ്ട്. പണ്ട് കുറത്തി പറഞ്ഞു എനിക്ക് 4 സന്താനങ്ങളുണ്ടാവുമെന്ന്. 2 പെണ്ണും 2 ആണും, ഹേമലത പറഞ്ഞു. കുറത്തിയോളത് പലതും പറയും, ഒന്നും ശരിയാവില്ല. നമുക്ക് 4 കുട്ടികളെ പോറ്റാനുള്ള കഴിവുണ്ടാ? അവറ്റോളുടെ പഠിപ്പും മരുന്നും ഒക്കെ കൂടിയാൽ എൻ്റെ കയ്യിൽ 4 കാശ് ബാക്കി ഉണ്ടാവില്ല, മാസ്റ്റർ പറഞ്ഞു. ഹേമലത ഞെട്ടി. പിശുക്കൻ, ചെറ്റ, എരപ്പാളി, ഹേമലത സ്വയം പറഞ്ഞു. ഈ ദരിദ്രവാസിയെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. കല്യാണം കഴിക്കുന്നത് കുട്ടിയെ പ്രസവിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അവൾ സ്വയം ചോദിച്ചു. ഈ രോഗിക്ക് കഞ്ഞി വെക്കാനും അയാളെ കുളിപ്പിക്കാനും മാത്രമായിരുന്നോ താൻ വിവാഹിതയായത്? ഇങ്ങക്കൊരു ശമ്പളക്കാരിയെ വെക്കായിരുന്നില്ലേ? അവൾ ചോദിച്ചു. വേലക്കാരെ വെച്ചാൽ ചീത്തപ്പേര് കിട്ടും, മാസ്റ്റർ പറഞ്ഞു. എൻ്റെ ജീവിതം നശിപ്പിച്ചു അല്ലേ? ഇനി ആരാ എന്നെ കല്യാണം കഴിക്കുക? ആരും വരില്ല, തീർച്ച. നിങ്ങളുടെ കുട്ടികളെ പെറാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രസവിക്കാൻ ഈ ജന്മം കഴിയൂല. തൊലഞ്ഞു ഈ ജന്മം, ഹേമലത ഗദ്ഗതത്തോടെ പറഞ്ഞു. മാസ്റ്റർ മനസ്സ് തരളിതമായി. 6 കൊല്ലം മുമ്പ് ഒരു സ്ട്രോക്ക് തൻ്റെ നാടികളെ തളർത്തി കഴിഞ്ഞിരുന്നു. എന്നിട്ട് വിവരം കെട്ട സ്ത്രീ സന്താനലബ്ധിക്കായി വാശി പിടിക്കുന്നു. ഇനി താൻ എന്തു ചെയ്യും? ഗ്രഹാന്തരീക്ഷത്തിൽ ഇനി ഒരിക്കലും ശാന്തി ഉണ്ടാവില്ലേ? കരയരുത് കുട്ടി, നമുക്കൊരു വഴി ഉണ്ടാക്കാം. അമേരിക്കയിൽ ഇപ്പോൾ ഒരു സിദ്ധൌഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അത് സേവിക്കാം, എന്നിട്ട് പരീക്ഷിക്കാം. ഞാൻ ഹെഡ് മാഷോട് ചോദിച്ചു നോക്കട്ടെ, അയാൾ ശാന്തനായി പറഞ്ഞു. ഹെഡ് മാഷോട് ചോദിക്കണ്ട, എൻ്റെ മോഹങ്ങളെ പുറത്ത് കൊട്ടിഘോഷിക്കണ്ട. എല്ലാവരും പിന്നെ ഇനി നോക്കി ചിരിക്കും, ഹേമലത പറഞ്ഞു. ഹെഡ് മാഷ് മര്യാദക്കാരനായിരിക്കാം, പക്ഷെ ആ നോട്ട എനിക്ക് അശേഷം പിടിക്കില്ല. എല്ല് തുറക്കണ നോട്ടാ. നല്ലവരെയൊക്കെ നീ തെറ്റിദ്ധരിക്കുക, മാസ്റ്റർ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. നിങ്ങൾ നല്ലവരെന്ന് കരുതുന്നതോടെ എനിക്ക് പേടിയാ. കഞ്ഞിപ്പശയെ നീലവും കൂട്ടി തിരുമിയ മുണ്ടും വേഷ്ടിയൊക്കെ ഇട്ട് വരണവരൊക്കെ യോഗ്യന്മാരാണെന്നാ നിങ്ങളുടെ വിചാരം? അവരാ കുറുക്കന്മാർ. അവറ്റോടെ തുറച്ചു നോട്ടാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. മാഷന്മാരാച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഭാര്യയെ തുറച്ചു നോക്കി ചോര ഒടിക്കാൻ പാടുമോ? ഹേമലത ചോദിച്ചു. നിന്നെ ആരാ തുറച്ചു നോക്കിയത്? പേര് പറ. ഞാൻ ഇനി അയാളെ ഇവിടേക്ക് വിളിക്കില്ല, പോരെ? ഹേമലത തലകുലുക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയതായി മാസ്റ്റർക്ക് തോന്നി. വെറും ഗ്രാമീണയായി ഈ പെൺകുടിക്ക് പകരം പട്ടണവാസം കൊണ്ട് പരിഷ്കൃതയായി കഴിഞ്ഞ ഒരുത്തിയെ വിവാഹം ചെയ്യാമായിരുന്നു. സരള ടീച്ചറെ പോലെയുള്ള ഒരുത്തി, മാസ്റ്റർ ചിന്തിച്ചു. പക്ഷേ സരള ടീച്ചർ മൂത്രം നനഞ്ഞ കിടപ്പ് വിരികൾ കുളത്തിൽ കൊണ്ടുപോയി കഴുകാൻ സന്നദ്ധയാവുമോ? ഇംഗ്ലീഷ് മീഡിയത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഏത് വനിതയാണ് തന്നെ പോലുള്ള ഒരു രോഗിയെ പരിചരിക്കുക? ഇല്ല, തനിക്ക് ഹേമലതയെ മാത്രമേ ഭാര്യയായും തോഴിയായും ലഭിക്കുകയുള്ളൂ. അവളിൽ തന്നെ താൻ പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തണം. അവളിൽ തന്നെ സുഖം കണ്ടെത്തണം. എന്നോട് അശേഷ സ്നേഹമില്ലേ പൊന്നെ? അയാൾ വികാരഭരിതനായി ചോദിച്ചു. സ്നേഹമില്ലെങ്കിൽ ഇങ്ങനെ വിഴുപ്പലക്കുവോ? അവൾ ചോദിച്ചു. വാക്കുകൾക്കും സ്വരത്തിനും അനാവശ്യമായൊരു കാർക്കശ്യം ഉണ്ടായിരുന്നെന്ന് മാസ്റ്റർ മനസ്സിലാക്കി. ബാങ്കിൽ നിന്ന് പണമെടുത്ത് അവൾക്ക് ഒരു മാങ്ങാ വാല വാങ്ങി കൊടുക്കാം. എൻ്റെ ഏകദേശം 20,000 വേണ്ടി വരുമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു. 20,000-ന് 2 പശുക്കളെ വാങ്ങി തൊഴുത്തിൽ കെട്ടാം. അല്ലെങ്കിൽ യൂറോപ്യൻ കക്കൂസുകൾ 2 എണ്ണം നിർമ്മിക്കാം. ആരാണ് ഈ കാലത്ത് മാങ്ങാമാല ധരിക്കുക? അതൊക്കെ പഴഞ്ചൻ.
ഇപ്പോൾ സ്ത്രീകൾ ആലപ്പാട്ട് ചെന്ന് സ്വർണത്തിൽ തീർത്ത നൂലുകളാണ് വാങ്ങി ധരിക്കാറ്. സരള ടീച്ചർ സ്കൂൾ വാർഷികത്തിന് കെട്ടിവന്ന സ്വർണ്ണനൂല് നിനക്ക് പിടിച്ചോ? മാഷ ചോദിച്ചു. ഞാൻ സൂക്ഷിച്ചു നോക്കിയില്ല, ഹേമലത പറഞ്ഞു. എല്ലായ്പ്പോഴും ഞാൻ സരള ടീച്ചറെ അനുകരിക്കണമെന്നാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഹേമലതയ്ക്ക് ദേഷ്യം വന്നു. എനിക്ക് നൂലൊന്നും വേണ്ട, മാങ്ങമാല വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട, അവൾ ശടിച്ചു. മാസ തൻ്റെ മുഖം തിരിച്ച് ഭാര്യയ്ക്ക് പുറം കാട്ടിക്കൊണ്ട് കിടന്നു. ഇവളെ പിടിച്ചൊന്ന് പൂശിയാലോ എന്ന് അയാൾ സ്വയം ചോദിച്ചു. താൻ ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ദുഷാഠിക്കാരിയെ ഈ നാടൻ പെണ്ണിനെ തല്ലി ചതയ്ക്കാമായിരുന്നു. ആ ചതയ്ക്കലിൽ താൻ ആനന്ദം അനുഭവിക്കും. മാങ്ങാമാലയിൽ മുത്തും പോകുന്ന കല്ലും വേണം, ഹേമലത പറഞ്ഞു. വൈരക്കല്ലും വേണമെന്ന് പറ. ഞാനേ വെറും ഒരു മാഷ, അത് നീ മറക്കരുത്. നീ കോലോത്ത തമ്പുരാട്ടിയല്ലെന്ന് ഓർക്കണം, മാസ്റ്റർ മുരണ്ടു. നിങ്ങൾ കോലോത്ത വല്യമ്പ്രാനാന്ന് നിരീച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോന്നത്, ഹേമലത പുറൂർത്തു. ഇപ്പോഴും എനിക്ക് മാങ്ങാമാല വേണം, മാങ്ങാമാല വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീട്ടിൽ സൗകര്യം ഉണ്ടാവില്ല. നീ ഇവിടെ വന്നു കൂടിയിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി മാല വേണം, മാങ്ങാമാല വേണം. ഇങ്ങക്ക് ഇന്നെ മടുത്തെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളോ, ഞാൻ എൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാം. ഈ കുത്തുവാക്ക് പറയണ സമ്പ്രദായം എനിക്ക് കണ്ടുകൂടാ, ഹേമലത പ്രഖ്യാപിച്ചു. മാസ്റ്റർ ശ്രമപ്പെട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തൻ്റെ ഭാര്യയെ ആശ്ലേഷിക്കാൻ ഒരു ശ്രമം നടത്തി. അവൾ കുടഞ്ഞു മാറി മുറിയുടെ പുറത്തേക്ക് പോയി. മുറ്റത്ത് പെട്ടെന്ന് വന്നിട്ട് ഹെഡ്മാസ്റ്റർ ചോദിച്ചു, ഇന്ന് മാഷ് ലീവ് എടുക്കാൻ പോവാണോ? എനിക്ക് ഇഷ്ടമില്ല, ഹേമലത പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി തല്ലുകൂടി ലക്ഷണം ഉണ്ടല്ലോ, എന്തു പറ്റി? ആഗതൻ ചോദിച്ചു. ഹേമലത ധൃതിയിൽ കുളത്തിലേക്ക് നടന്നു. അവൾക്ക് ഹെഡ്മാസ്റ്ററുടെ ഫലിതോക്തികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ തൻ്റെ ഭർത്താവിൻ്റെ മേൽ പല കാര്യങ്ങൾക്കും സമ്മർദ്ദം ചെലുത്തുന്നതായി അവൾക്ക് എന്നേ ബോധ്യപ്പെട്ടിരുന്നു. എന്താ, പ്രണയകലഹം വല്ലതും ഉണ്ടായോ? ആഗതൻ മാസ്റ്ററോട് ചോദിച്ചു. മധുവിത് കഴിവാൻ സമയമായിട്ടില്ല, അപ്പോഴേക്കും കലഹം തുടങ്ങിയല്ലേ? രാമകൃഷ്ണൻ മാസ്റ്റർ പുഞ്ചിരി തൂകി. ജീവിതത്തോട് പെട്ടെന്ന് തോന്നി തുടങ്ങിയ വെറുപ്പ് അയാളുടെ ചലനങ്ങളെ നിർജീവങ്ങളാക്കിയിരുന്നു. കൈകൾക്കും കാലുകൾക്കും കനം വർദ്ധിച്ചതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മാഷ് വല്ല ടോണിക്കും വാങ്ങി കഴിക്കണം, ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചവനപ്രാശം സേവിക്കുക, അതിന് മീതെ ഒരു തുടം പാല് കുടിക്കുക, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. മനസ്സുഖം തീരെയില്ല. ഞാൻ വിചാരിച്ച പോലെയല്ല ഇവിടെ വന്നെത്തിയ സ്ത്രീയെ. സ്വൈര്യം തരണില്ല. 5 പവൻ്റെ മാങ്ങാമാല വേണമെന്ന് നിർബന്ധം. കണ്ണും ചോപ്പിച്ച് പിന്നാലെ നടക്കുക. ഈ വയസ്സാക്കാലത്ത് ഒരു കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. ഇന്നെ നോക്കാൻ ഒരാൾ വേണമെന്ന് നിരീച്ചു. കാശ് കൊടുത്തൊരു നേഴ്സിനെ വെക്കായിരുന്നു. ശമ്പളം കൊടുത്താൽ മതിയല്ലോ. എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പോരെ, രാമകൃഷ്ണ മാസ്റ്റർ വികാരാധീനനായി ഗദ്ഗതത്തോടെ പറഞ്ഞു. ഐ മാഷ് കരയാണോ? വേണ്ടെങ്കിൽ പുറത്താക്കാനാ വിഷമം. മാഷ് പറഞ്ഞ ഞാൻ ഇപ്പോൾ തന്നെ ടാക്സി വിളിച്ച് അവരെ സ്വന്തം നാട്ടിൽ കൊണ്ടുവിടാം. ഇവിടെ പ്യൂൺ വേലായുധനെ കൂടെ വിടാം. മാഷ് കമാന്ന് പറയാണ്ട് ഇവിടെ കിടന്നോളോ. ഞാൻ ഹേമലതമ്മയെ നാട്ടിലേക്ക് അയക്കാം. ഇന്ന് എന്നെ അയക്കാം പോരെ, ഹെഡ്മാസ്റ്റർ തൻ്റെ സ്നേഹിതനെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വീട്ടിൽ എന്താ കാരണം പറയുക, ദുർബലമായ സ്വരത്തിൽ രാമകൃഷ്ണ മാസ്റ്റർ ചോദിച്ചു. ഹെഡ്മാസ്റ്റർ ഉച്ചത്തിൽ ചിരിച്ചു. ഇടിമുഴക്കം പോലെയുള്ളൊരു പരിഹാസ ചിരി. എന്തു പറയാ, സത്യം പറയും. മാഷക്ക് കിടക്കാൻ തൊയ്ര്യം കൊടുക്കണില്ല എന്ന് തുറന്നു പറയും, അത്ര തന്നെ. വല്ല കുഴപ്പവും സംഭവിക്കുമോ, രോഗി ചോദിച്ചു. ഹെഡ്മാസ്റ്റർ കുലുങ്ങി ചിരിച്ചു. ഒരു കുഴപ്പവും സംഭവിക്കില്ല, മാഷ് അത് വിചാരിച്ച് വിഷമിക്കണ്ട. ചെലവിന് കാശും ചോദിക്കത്തില്ല. അതിനുള്ള ഉപായങ്ങളൊക്കെ ഇക്ക് വശാ. കേസുണ്ടാവില്ല, തർക്കം ഉണ്ടാവില്ല. പെണ്ണിൻ്റെ സ്വഭാവദൂഷ്യാന്ന് ഉറപ്പിച്ച് പറയാം, അത്ര തന്നെ, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. സ്വഭാവദൂഷ്യെന്ന് പറയുമ്പോൾ പരപുരുഷനായി ബന്ധമുണ്ടായിരുന്നില്ലെന്ന് മാഷക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ? മാഷ് സ്കൂളിൽ പോയ നേരത്തെ ഇവിടെ എന്താ ഒപ്പിച്ച് വെച്ചിരിക്കണമെന്ന് മാഷക്കറിയോ? നുണ പറയാൻ ഞാൻ തയ്യാറല്ല. ഹേമലത പതിവൃതിയാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. മാങ്ങാമാല വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാതെ മഹാഭാവമൊന്നും അത് ചെയ്തിട്ടില്ല, രാമകൃഷ്ണ മാസ്റ്റർ പറഞ്ഞു. മാഷക്ക് സ്വൈര്യം തരില്ലേ? ഉവ്വോ, പതിവൃതിയായിട്ടെന്താ ഗുണം? സദാസമയവും മാല എന്ന് പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിയ, ഹെഡ്മാസ്റ്റർ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ന്യായം മാസ്റ്റർക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഞാൻ ഇനി വൈകിക്കണില്ല, സ്കൂളിൽ പോവാം. ഹെഡ്മാസ്റ്റർ ഉടനെ തന്നെയുള്ള പാലക്കാട്ടേക്ക് അയക്കണം. ഇവിടെ ഉള്ള കാലത്ത് എനിക്ക് ശ്വാസം കിട്ടില്ല. തീർച്ച, പോയി തൊലയട്ടെ. എനിക്ക് കല്യാണവും വേണ്ട, ഭാര്യയും വേണ്ട, കിടക്കാൻ സൗകര്യം കിട്ടണം, മാസ്റ്റർ പറഞ്ഞു. ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണൻ നായരെ ശുഭാപ്തി വിശ്വാസത്തോടെ യാത്രയാക്കി. ഏകദേശം 1 മണിക്കൂറിൻ്റെ തേച്ചുകുളി കഴിഞ്ഞ് ഹേമലത വീട്ടിൽ മടങ്ങിയെത്തിയത്. ടാക്സിയിൽ പാലക്കാട്ടേക്ക് പോകുമ്പോൾ സീതയെ വനത്തിലേക്ക് അയച്ച ശ്രീരാമനെയാണ് അവൾക്ക് ഓർമ്മ വന്നത്.
രാമകൃഷ്ണൻ നായരുടെ മുഖം എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ തെളിഞ്ഞതുമില്ല.